അനുമതി ലഭിക്കാത്ത 19 സിനിമകളും ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കാൻ തീരുമാനം. മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ സിനിമകൾ പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി സജി ചെറിയാൻ ചലച്ചിത്ര അക്കാദമിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതേസമയം സിനിമകൾ അനുമതിക്കായി സമർപ്പിക്കുന്നതിൽ കാലതാമസം ഉണ്ടായെന്നും ചട്ടങ്ങൾ പാലിച്ചില്ല എന്നും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം കുറ്റപ്പെടുത്തി. ഉയർന്നു വന്ന വിവാദങ്ങൾ ചലച്ചിത്രമേളയുടെ ഖ്യാതി ഇല്ലാതാക്കുമോ, അതിന്റെ മേന്മ ഇല്ലാതാക്കുമോ എന്ന ചോദ്യങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് സർക്കാർ ധീരമായ തീരുമാനമെടുക്കുന്നത്. ധീരമായ തീരുമാനത്തിലൂടെ എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കുമെന്ന തീരുമാനത്തിലേക്ക് അക്കാദമിക്ക് എത്താനും കഴിയുന്നു. ആ ആത്മവിശ്വാസത്തിലാണ് അക്കാദമിയുടെ ഭാരവാഹികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇപ്പോഴൊറ്റ തീരുമാനമുള്ളൂ. കേരള സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം, ഇവിടെ ബാൻ ചെയ്തിരിക്കുന്ന സിനിമകൾ ഞങ്ങൾ കാണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഒരു ചരിത്രപരമായ ഒരു പ്രഖ്യാപനമാണ്. 19 ചിത്രങ്ങൾക്കാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം വിലക്കേർപ്പെടുത്തിയത്. വിലക്കേർപ്പെടുത്തുന്ന ഘട്ടത്തിൽ അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് പറയാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. നിരന്തരം മെയിലുകൾ അയക്കുന്നു, അപേക്ഷകൾ അയക്കുന്നു. സിനിമകൾ പ്രദർശിപ്പിക്കാൻ കഴിയാത്തത്ര വലിയ പ്രതിസന്ധി ഇവിടെ ഉണ്ടായി. വേദിയിൽ ഉൾപ്പെടെ കാഴ്ചക്കാരുടെ പ്രതിഷേധവും നടന്നു. എന്നാൽ സർക്കാർ തീരുമാനം രക്ഷാകവചമായി എത്തിയപ്പോൾ ഇനി വിവാദങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നില്ല, സിനിമകൾ പ്രദർശിപ്പിക്കുകയാണ് ലക്ഷ്യം എന്ന് അക്കാദമിയുടെ ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു തീരുമാനം സിനിമകൾ കാണിക്കുക എന്നതാണ്. ഇനി അതിൻ്റെ ഭാവി എന്താണോ സംഭവിക്കുക അതൊക്കെ പിന്നീട് ഈ ഫെസ്റ്റിവൽ കഴിയട്ടെ, എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും. അതേസമയം കേന്ദ്ര INB മന്ത്രാലയം ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തു നിന്നാണ് വീഴ്ചയുണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടിയത്. അതായത് 15 ദിവസം മുൻപ് പരിഗണന നൽകേണ്ട അല്ലെങ്കിൽ പരിഗണിക്കേണ്ട സിനിമകൾ 15 ദിവസം മുൻപാണ് നൽകേണ്ടിയിരുന്നത്. അതിൽ വൈകലുണ്ടായി, അക്കാദമിയുടെ ഭാഗത്തു നിന്നൊരു വൈകലുണ്ടായി എന്നാണ് INB മന്ത്രാലയം കേന്ദ്രത്തിന്റെ ഭാഗമായി അറിയിക്കുന്നത്. എന്നാൽ ഇത് പാടെ നിഷേധിക്കുകയാണ് ചലച്ചിത്ര അക്കാദമി. ഈ കാര്യത്തിൽ യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് അക്കാദമിയുടെ ഭാരവാഹികൾ പറയുന്നത്. ഈ 19 സിനിമകളും നമ്മുടെ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് കാണിക്കേണ്ട ചലച്ചിത്രങ്ങൾ തന്നെയാണ്. കാണിക്കേണ്ട ചലച്ചിത്രങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ആ സിനിമകൾ തീർച്ചയായിട്ടും കാണിക്കണമെന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നമ്മളോട് പറയുമ്പോൾ നമ്മൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ആ വാർത്ത കേൾക്കുന്നത്. വിവാദങ്ങൾക്ക് താൽക്കാലികമായി അവസാനമുണ്ടായെങ്കിലും തുടർന്നും മേളകൾ സംഘടിപ്പിക്കുമ്പോൾ ചലച്ചിത്രങ്ങൾക്ക് മേൽ ഇത്തരത്തിൽ ഒരു റദ്ദാക്കൽ ഉണ്ടാകുമോ, കേന്ദ്ര സർക്കാരിന്റെ തിട്ടൂരം ഉണ്ടാകുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതിനെന്ത് ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ആലോചിക്കേണ്ടതായുണ്ട്. പ്രേം ശശിക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.